എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ദീപാവലി. അപ്പം ദീപാവലിയാണ്, എല്ലാവരും പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് പടക്കമൊക്കെ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം അവരും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പം അവരും കുറച്ച് ഗ്രാൻഡായിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചേക്കുന്നത്. അപ്പം ഇഷ്ടം പോലെ സാധനങ്ങൾ അവരും മേടിച്ചിട്ടുണ്ട്. ഒന്നും കാരണം നമ്മൾ കഴിഞ്ഞ ദീപാവലി വ്ളോഗിൽ നമ്മൾ 2 വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ മജീഷും ട്വിൻസാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മളിന്ന് ദീപാവലി ആഘോഷിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇടിഞ്ഞിലൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ദീപാവലി ആഘോഷത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും കുഞ്ഞു ആഘോഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടുക. പ്രത്യേകിച്ച് ഇത് ചിന്നുവിന് ക്രാക്കേഴ്സ് ഭയങ്കര പേടിയാണ്. അവർക്ക് ഈ കമ്പിത്തിരിയും തറച്ചക്രം മൊത്തം ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് ക്രാക്കേഴ്സ് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ടോബി ഉള്ളതുകൊണ്ട് നമ്മൾ ക്രാക്കേഴ്സ് വെക്കാറുമില്ല. ഇങ്ങനത്തെ ലൈറ്റിംഗ് മാത്രം, സൗണ്ടില്ലാത്ത ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമ്മൾ കൂടുതലും വെക്കാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ദീപാവലിയും കൂടെ അല്ലേ, അപ്പം അങ്ങനെയാണ് നമ്മൾ സാധാരണ വെക്കുന്നത്. കൂടുതലും ഞാൻ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയാണ് അവരുടെ വീട്ടിലാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത്. ഒരു 3-4 വർഷമായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും ഓരോരോ വീടുകളിലാണ്. ഇപ്രാവശ്യം ഞങ്ങളെന്തായാലും ജീഷിൻ്റെ വീട്ടിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടാം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ വാങ്ങുന്നത്. വളരെ മിനിമമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ജീഷിൻ്റെ വീട്ടിലാണ് ഗ്രാൻഡ് സാധനങ്ങൾ വാങ്ങിച്ച് അടിപൊളി ചെയ്യുകയാണ് അവർക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോയൊക്കെ ഉണ്ട്, ലിങ്കിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പം അവരാദ്യം വെച്ചേക്കുന്ന സാധനം നമ്മുടെ പൊരയപ്പൂവിൻ്റെ വലിയൊരു സാധനമാണ് വെച്ചേക്കുന്നത്. പിന്നെ റോക്കറ്റും അതും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇത് മമ്മിയും ചിന്നും കൂടെ കമ്പിത്തിരിയെ കത്തിക്കുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ ടോബി കുട്ടൻ എൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അത് ഭയങ്കര പേടിയാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇത് ചെയ്യണ്ട, അവൻ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ക്രാക്കേഴ്സും അധികം വാങ്ങാറില്ല. വളരെ ചെറിയ സാധനങ്ങൾ വാങ്ങാറില്ല. റോക്കറ്റും കാര്യങ്ങളൊക്കെ അജീഷിൻ്റെ വീട്ടിലുള്ളതാണ്. അപ്പം അവർ പിള്ളേരുള്ളതുകൊണ്ട് കുറച്ചും കൂടെ നല്ല സാധനങ്ങൾ, കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള വലിയ സാധനങ്ങൾ വേണം. ഇതാണ് നമ്മുടെ പ്രധാന താരം. ഇത് നമ്മളെന്തായാലും വെക്കുന്നുണ്ട്. ഇത് അജീഷ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളത് പൊട്ടിക്കാനായിട്ട്. ചിന്നുവിന് തറച്ചക്രം അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ക്രാക്കേഴ്സൊക്കെ ഒത്തിരി പേടിയായതുകൊണ്ട് നമ്മൾ അജീഷിന് ഇത് കാണിയുണ്ട്. വിളിച്ചുകൊണ്ടെന്ന് ഇതിന് ചുറ്റുമിട്ട് ഓടിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ നല്ല ഫൺ മൊമെൻറ്റ്സ് ആയിരുന്നു നമ്മുടെ ദീപാവലി വ്ളോഗ് എന്ന് പറയുന്നത്. നല്ല ഹാപ്പിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഇതൊക്കെ ഈ ബട്ടർഫ്ലൈയും സാധനങ്ങൾ പിള്ളേർക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇത് സന്തോഷം അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതൊക്കെയാണ് ദീപിൻ്റെ പരിപാടി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ ദീപാവലി വ്ളോഗ് നമ്മൾ മിക്കവാറും ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ചൊരു ദീപാവലി വ്ളോഗാണ്. പിന്നെ അല്ലെങ്കിൽ ദീപാവലി ആഘോഷം നമ്മൾ ഒപ്പം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. മറ്റൊരു വീട്ടിൽ കാണുന്നത് ബൈ. സൂപ്പർ.